The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi students, welcome back to the class. Today we are going to discuss a new chapter, that is presentation of data. See, the next step in statistical analysis is presentation of data. We collected data, we organized data and we have to present this data. This data we present. So what do you mean by presentation of data? The next step in statistical analysis after the organization of data is to present data in a precise and clear manner. Data can be presented in three ways. നമുക്ക് മൂന്ന് രീതിയിലാണ് ഡാറ്റ പ്രസന്റ് ചെയ്യാം. The first one is textual or descriptive presentation. Next one tabular presentation, and the last one diagrammatic or graphic presentation. In that, the first one is textual presentation. As we all know that if you are writing a paragraph about the information collected by the enumerator, ആരാണോ ഇൻഫർമേഷൻ കളക്ട് ചെയ്തത് അതിനെക്കുറിച്ച് നമ്മളൊരു പാരഗ്രാഫ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഈ ടെക്സ്റ്റൽ പ്രസന്റേഷൻ എന്ന് പറയുന്നത്. പാരഗ്രാഫ് എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു കൺക്ലൂഷൻ ആൻഡ് എക്സ്ട്രാ എക്സ്പ്ലനേഷൻ ഈസ് റിക്വയർഡ്. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവിടെ എക്സ്ട്രാ എക്സ്പ്ലനേഷൻ വേണ്ടി വരും. അപ്പോൾ ബട്ട് ദ ഡ്രോബാക്ക് ഓഫ് ദിസ് മെത്തേഡ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു അനലൈസ്. നമുക്ക് എന്താണ് ഈ ഒരു മെത്തേഡിൽ ഇങ്ങനെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു അനലൈസ്. നമുക്ക് കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം വലിയൊരു പാരഗ്രാഫ് വായിച്ച് നോക്കി അതിൻ്റെ ഇൻഫറൻസസ് കളക്ട് ചെയ്ത് എന്നിട്ട് നമ്മളൊരു പ്രിസൈസ്ഡ് ആയിട്ടുള്ള നോട്ട് ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ അത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് തന്നെയാണ് അല്ലേ. അപ്പോൾ അതാണ് ടെക്സ്റ്റൽ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The next one is tabular presentation. Tabular presentation means we are presenting data in a form of table. ഒരു ടേബിളിൻ്റെ ഫോമിൽ ഡാറ്റ പ്രസൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടാബുലാർ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. സോ ടാബുലാർ പ്രസൻറ്റേഷനിൽ എന്തുണ്ടാവും? ഇറ്റ് കണ്ടെയ്ൻസ് റോ ആൻഡ് കോളം. റോയും കോളം ഉണ്ടാവും. റോ ആർ ദ ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ് ആൻഡ് കോളം ആർ ദ വെർട്ടിക്കൽ അറേഞ്ച്മെന്റ്. The table simplify the presentation and make comparison easy. For the tabulation, first we have to classify the data. ടാബുലേഷൻ ടേബിളിലേക്ക് ആകുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? ഡാറ്റ ക്ലാസിഫിക്കേഷൻ ചെയ്യണം. എങ്ങനെയൊക്കെയാണ് ഡാറ്റ ക്ലാസിഫിക്കേഷൻ ചെയ്യുക? ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഹൈറ്റ് ആൻഡ് വെയിറ്റ്. ദ സെക്കൻഡ് വൺ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ആട്രിബ്യൂട്ട് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് ബ്യൂട്ടി etc. Next one, spatial or geographical classification based on the country or district or state etc. Next one, chronological or temporal classification is based on time and year. ഈ ക്ലാസിഫിക്കേഷൻ നമ്മൾ തേർഡ് ചാപ്റ്ററിനകത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് എക്സാമിന് ടാബുലാർ പ്രസൻറ്റേഷൻ എടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ക്ലാസിഫിക്കേഷൻ്റെ നോട്ട് കൂടി ആഡ് ചെയ്തിട്ട് വേണം എക്സാമിന് എഴുതാൻ. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ റിപ്പീറ്റ് ആയിട്ട് നോട്ട് തരുന്നില്ല. ഓൾറെഡി ഇതിൻ്റെ നോട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? തേർഡ് ചാപ്റ്ററിൽ വളരെ വിശദമായിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എ ടേബിൾ. ഒരു ടേബിൾ നമ്മൾ വരയ്ക്കുകയാണ് അല്ലെങ്കിൽ ഒരു ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്തൊക്കെയായിരിക്കും? ദ ഫസ്റ്റ് വൺ ഈസ് ടേബിൾ നമ്പർ. ഒരു ഗുഡ് ടേബിൾ ഫോളോ ചെയ്യേണ്ട ക്രൈറ്റീരിയകളിൽ ഒന്നാമത്തെ എന്താണ്? ദറ്റ് ഈസ് ടേബിൾ നമ്പർ. ഒരു ടേബിൾ ഉണ്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടേബിളിൻ്റെ
ഏറ്റവും മുകളിലുണ്ടാകും 3.1 അല്ലേ 3.1 ഉണ്ട്. അപ്പോൾ അതിന് മീനിങ് എന്താ, തേർഡ് ചാപ്റ്ററിലെ ഫസ്റ്റ് കോളം എന്നുള്ളതാണ്. അപ്പോൾ ഒരു ടേബിൾ നമ്പർ നമുക്ക് കൃത്യമായിട്ട് വേണം. ഓക്കെ, നെക്സ്റ്റ് വൺ ടൈറ്റിൽ അല്ലേ. ടൈറ്റിൽ എങ്ങനെയായിരിക്കും, ഇറ്റ് ഷുഡ് ബി മീനിങ് ഫുൾ ആൻഡ് ഇറ്റ് ഷുഡ് ബി എക്സ്പ്ലനേറ്ററി വൺ എന്നാ പറയുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകണം, അത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകണം വാട്ട് ഈസ് ദ കണ്ടന്റ് ഇൻവോൾവ്ഡ് ഇൻ ദാറ്റ് ടേബിൾ. നെക്സ്റ്റ് വൺ ക്യാപ്ഷൻസ് ഓർ കോളം ഹെഡിങ് അല്ലേ. നമുക്ക് കോളം ഉണ്ടെങ്കിൽ ഓരോ കോളത്തിനും എന്ത് വേണം, ഓരോ കോളം ഹെഡിങ് വേണമെന്നുള്ളതാണ് അല്ലേ. അപ്പോഴാണ് ആ കോളത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലേ. ദ നെക്സ്റ്റ് വൺ ഈസ് റോ ഹെഡിങ് ഓർ സ്റ്റബ്. സ്റ്റബ് ഓർ റോ ഹെഡിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ റോയ്ക്കും ചിലപ്പോൾ ഹെഡിങ് ഉണ്ടാവും അല്ലേ. അതിനെയാണ് എന്ത് പറയുന്നത്, റോ ഹെഡിങ് എന്ന് പറയുന്നത്. ഇനി ബോഡി ഓഫ് ദ ടേബിൾ, ദാറ്റ് ഈസ് ദ കണ്ടന്റ് ഓഫ് ദ ടേബിൾ. ആ ഒരു ബോഡി ഓഫ് ദ ടേബിൾ, ആ ടേബിളിൻ്റെ ഉള്ളിലുള്ള വാല്യൂസ് അല്ലെ, ന്യൂമറിക്കൽ വാല്യൂസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്നത് ഈ ബോഡി ഓഫ് ദ ടേബിൾ ആണ്. നെക്സ്റ്റ് വൺ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്. ഇവിടെ നമ്മളിപ്പോൾ ടേബിളിനകത്ത് വാല്യൂസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വാല്യൂസ് എങ്ങനെയാണ് മെഷർ ചെയ്യുക, ആ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ എക്സ്പോർട്ട് ഇൻ ടൺസ് അല്ലേ. ചില ടേബിൾ എടുക്കുമ്പോൾ കാണും എക്സ്പോർട്ട് ഇൻ ടൺസ് എന്ന് കാണും ചിലപ്പോൾ, അല്ലെങ്കിൽ എക്സ്പോർട്ട് ഇൻ കോർ എന്ന് കാണും അല്ലേ. അല്ലെങ്കിൽ ഒരു വാല്യൂസ് പോവുകയാണെങ്കിൽ ദറ്റ് ഈസ് റുപ്പീസ് എന്നുള്ളത് കാണാം. അപ്പോൾ എന്താണോ മെഷർമെൻറ്റ്, ആ മെഷർമെൻറ്റ് നമ്മൾ ആ ടേബിളിൽ കൊടുത്തിരിക്കണം, ടേബിളിൻ്റെ ഹെഡിങ്ങിൻ്റെ ഒപ്പം നമ്മൾ കൊടുത്തിരിക്കണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. അവിടെയാണ് പറഞ്ഞത് ഇഫ് ദ ടേബിൾ റെപ്രസെൻറ്റ് പോപ്പുലേഷൻ ഓഫ് എ റീജിയൻ ഇറ്റ് ഷുഡ് ബി ഇൻ ലാക്ക് ഓർ കോഡ് അല്ലേ. ഇത് ലാക്കിലായിരിക്കണം അല്ലെങ്കിൽ കോറിലായിരിക്കണം. ഇത് ഇഫ് ദ ടേബിൾ ഷോയിങ് ദ പ്രൊഡക്ഷൻ ഓഫ് എ ഗുഡ് ഇറ്റ് മേ ബി ഇൻ കിലോഗ്രാം ഓർ ടൺ. എന്താണ് ആ മെഷർമെൻറ്റ് എന്നുള്ളത് നമ്മൾ അവിടെ കൊടുത്തേ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എ ടേബിൾ. ദ നെക്സ്റ്റ് വൺ ഈസ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. അത് നമ്മളുടെ ടേബിളിൻ്റെ ഏറ്റവും ബോട്ടം താഴത്തെ സൈഡിലാണ് എഴുതാറുള്ളത്. എവിടെ നിന്നാണ് ഈ ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് ആ ടേബിൾ സോഴ്സിൽ ചിലപ്പോൾ എക്കണോമിക് സർവേ ഓഫ് ഇന്ത്യ, അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ടേബിൾ എടുത്തിരിക്കുന്നത് എക്കണോമിക് സർവേ ഓഫ് ഇന്ത്യയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും മാഗസീനിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് എന്താണ്, ആ സോഴ്സ് നോട്ട് അവിടെ കൊടുത്തേ പറ്റുള്ളൂ. എന്താണെന്നുള്ളത്, എവിടെ നിന്നാണ് ഈ ടേബിൾ എടുത്തിട്ടുള്ളത് എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് നോട്ട്. ഇറ്റ് ഈസ് ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ ടേബിൾ. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ടേബിളിൽ എന്തെങ്കിലും എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുള്ള ഇക്വേഷൻസ് യൂസ് ചെയ്യേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും യൂസ് ചെയ്യുക എന്നുണ്ടെങ്കിൽ താഴത്ത് നോട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ടേബിളിൽ ആ ഇക്വേഷൻ എന്താണ് കാണിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് എ ടേബിൾ. സി ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ദിസ് വൺ. സി 4.5 അല്ലേ, ടേബിൾ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട് 4.5. ദാറ്റ് മീൻസ് 4th chapter 5th table. Then next one, the title is the population of India according to the workers and non-workers, gender and location അല്ലേ, അത് അവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. Then കോളം ഹെഡിങ് കൊടുത്തിട്ടില്ലേ നോക്കൂ, ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്, ജെൻഡർ കൊടുത്തിട്ടുണ്ട്, വർക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്, നോൺ വർക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്, ടോട്ടൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ടോട്ടൽ കൊടുത്തിട്ടുള്ളത് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ആ ബോഡി ഓഫ് ദ ടേബിൾ എന്ന് പറയുമ്പോൾ ആ കണ്ടന്റ് വരുന്നത് അല്ലേ. ഇവിടെ നോക്കൂ, റോ ഹെഡിങ് ഉണ്ട്, റൂറൽ, അർബൻ, ഓൾ എന്ന് പറയുന്നത് റോ ഹെഡിങ് ആണ്. സി ഈ ഒരു ഡാറ്റ എവിടെ നിന്നാണ് കിട്ടിയിരിക്കുന്നത്, ദാറ്റ് ഈസ് ദർ ഇൻ ദ സോഴ്സ് അല്ലേ, ദാറ്റ് ഈസ് സെൻസസ് ഓഫ് ഇന്ത്യ 2001 അല്ലേ, അതാണ് സോഴ്സ്. നോട്ട്, സി അവിടെ നോട്ട് എന്താ കൊടുത്തിരിക്കുന്നത്, ഫിഗേഴ്സ് ആർ റൗണ്ടഡ് ടു നിയറസ്റ്റ് കോർ അല്ലേ. ഫിഗേഴ്സിനെ എന്ത് ചെയ്തിട്ടുണ്ട്, റൗണ്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ വാല്യൂസ് പോയിന്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് അല്ലേ. 33.29 എന്നൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 33.3 എടുക്കും അല്ലേ. അപ്പോൾ അങ്ങനെ വാല്യൂസ് എന്ത് ചെയ്തിട്ടുണ്ട്, റൗണ്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എ ടേബിൾ ആൻഡ് ഇറ്റ്സ് ദ പാർട്ട് ഓഫ് ടാബുലാർ പ്രസൻറ്റേഷൻ. ഇതാണ് ടാബുലാർ പ്രസൻറ്റേഷൻ ചോദിക്കുമ്പോൾ നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ. ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ, ഇവിടെ നമ്മൾ എന്താണ്, വി ആർ പ്രസൻറ്റിംഗ് ഡാറ്റ ഇൻ ദ ഫോം ഓഫ് ഫിഗേഴ്സ് വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത്, എസ്പെഷ്യലി ഇൻ ഡയഗ്രം ആൻഡ് ഗ്രാഫ്. ഗ്രാഫിലൂടെയും ഡയഗ്രത്തിലൂടെയാണ് ഇത് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു മെറിറ്റ് എന്താണ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സിംപ്ലിഫൈയിങ് the complexity of quantitative data and make them easily understandable അല്ലേ. ഒരു മെറിറ്റാണ്, നമ്മളുടെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റയെ ഈസിയും സിംപ്ലിഫൈ ചെയ്ത് തരും. അതുപോലെ തന്നെ ഇറ്റ് ഈസ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡബിൾ, മനസ്സിലാക്കാൻ പറ്റും.
ഇറ്റ് മേ ബി ലെസ് ആക്യുറേറ്റ്, ചിലപ്പോൾ അതിലൊരു ആക്യുറസിയിൽ ഒരു തെറ്റ് വരും, പക്ഷേ ഇറ്റ് ഈസ് മോസ്റ്റ് ഇഫക്റ്റീവ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് മോർ ഇഫക്റ്റീവ് ദാൻ ടാബുലാർ ഓർ ടെക്സ്റ്റൽ പ്രസൻറ്റേഷൻ. ടാബുലാർ പ്രസൻറ്റേഷനെയും ടെക്സ്റ്റൽ പ്രസൻറ്റേഷനെയും വെച്ച് നോക്കുമ്പോൾ ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഈസ് മോർ ഇഫക്റ്റീവ്. See, the diagrammatic representation is classified into two. That is, the first one is geometric one, the second one is frequency diagram, and third one is arithmetic line. Okay, first one is geometric diagram and frequency diagram and arithmetic diagram. In the geometric diagram, it is bar diagram and pie diagram. Okay, geometric diagram നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, that is bar diagram and pie diagram. Next one, frequency diagram നമ്മൾ മൂന്നായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, that is histogram, frequency curve and frequency polygon. Okay, histogram, frequency curve and frequency polygon, then ogive. Okay, അപ്പോൾ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊക്കെയാണ് ഹിസ്റ്റോഗ്രാം, ഫ്രീക്വൻസി കർവ് ആൻഡ് ഫ്രീക്വൻസി പോളിഗൺ ആൻഡ് ഒജീവ്. ഓക്കെ, ആൻഡ് ദ തേർഡ് വൺ ഈസ് അരിത്തമെറ്റിക് ലൈൻ. സോ ഡയഗ്രാമാറ്റിക് പ്രസൻറ്റേഷൻ അല്ലേ, ഡയഗ്രാമാറ്റിക് പ്രസൻറ്റേഷനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വി ഡിവൈഡഡ് ഇൻ ടു 3 കാറ്റഗറി ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ ഈസ് ജോമെട്രിക് അല്ലേ, ജോമെട്രിക് classification like geometric diagram, and the second one is frequency diagram, and third one is arithmetic diagram. And here in geometric diagram is again classified into 2, but രണ്ട് division ആണ് വരിക, ഒന്ന് bar diagram and the next one is pie diagram. Bar diagram and pie diagram. Frequency is divided into 4. The first one histogram അല്ലേ, histogram ആണ് ഒരെണ്ണമുള്ളത്, and the second one is frequency polygon and the next one is frequency curve അല്ലേ, frequency curve and the last one is ogive. Okay, so these are the main content of the chapter. ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ഈ ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ, that is geometric, frequency, arithmetic, and in that geometry is divided into bar diagram and pie diagram. In frequency it is divided into histogram, frequency polygon, frequency curve and ogive. ഓക്കെ, ഇത് ഇത്രയും നീ കൊടുത്തിട്ടുള്ള ബാർ ഡയഗ്രാമും പൈ ചാർട്ടും ഈ ഹിസ്റ്റോഗ്രാമും ഫ്രീക്വൻസി പോളിഗനും ഫ്രീക്വൻസി കർവും ഒജീവും പഠിക്കണം. അത് എങ്ങനെ വരയ്ക്കുക എന്നുള്ളതും അതിൻ്റെ സ്റ്റെപ്സ് ഇൻ കൺസ്ട്രക്ഷനും എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, സോ വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ജോമെട്രിക് ഡയഗ്രാം. ദർ ആർ 2 ഇമ്പോർട്ടൻറ്റ് ജോമെട്രിക് ഡയഗ്രാം, ദറ്റ് ഈസ് bar diagram and pie diagram. Okay, bar diagram, pie diagram or pie chart, ഇതാണ് നമ്മളുടെ വരുന്ന ജോമെട്രിക്കിൽ വരുന്നത്. So what do you mean by bar diagram? Bar diagram comprises a group of eq spaced and eq with rectangular bars for each class or category of data. Height or length of the bar reads the magnitude of data. It is only the length of the bar is important. Breadth of the bar has no significance. The bar diagrams are 3 types: simple, multiple and component bar diagram. See, നമ്മളൊരു ബാർ ഡയഗ്രാം ഇപ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ബാർ ഡയഗ്രാം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാറ്റ വരയ്ക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഡാറ്റ ഇങ്ങനെ വരയ്ക്കും. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ബാർ ഡയഗ്രാം എടുക്കുകയാണ് അല്ലേ, ഒരു ബാർ ഡയഗ്രാം എടുത്തു പോവുകയാണ്. അപ്പോൾ ഇതൊരു ബാർ ഡയഗ്രാം ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഞാൻ അത് വരയ്ക്കുന്നേ ഉള്ളൂ. ഇവിടെ എടുക്കുന്ന സമയത്ത് ഇറ്റ് ഷുഡ് ബി ഇക്യൂ സ്പേസ്ഡ്, അതായത് ഇറ്റ് ഷുഡ് ബി ഇക്യൂ സ്പേസ്ഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള സ്പേസുകൾ തമ്മിൽ, ഈ ഒരു സ്പേസുകൾ തമ്മിൽ കറക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ്, വിക്തും കറക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ അറേഞ്ച്ഡ് ആയിട്ട് വരയ്ക്കേണ്ടതിനെയാണ് നമ്മൾ ബാർ ഡയഗ്രാം എന്ന് പറയുക. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഇവിടെ ബാർ ഡയഗ്രാം നമ്മൾ മെഷർ ചെയ്യുന്നത് വിക്ത് നോക്കിയിട്ടല്ല, ഈ ഒരു വിക്ത് നമ്മൾ എടുക്കില്ല. ഓക്കെ, അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഒന്നും ഇവിടെ വിക്തിനില്ല, പകരം വി ആർ മെഷറിങ് ദ ലെങ്ത്. കാരണം ഇവിടെ വാല്യൂസ് വരും അല്ലേ, ഈ വാല്യൂസിനനുസരിച്ചിട്ടാണ്, ലെങ്ത്തിനാണ് ബാർ ഡയഗ്രാം നോക്കിയിട്ട് അതിൻ്റെ ലെങ്ത് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ മെഷർ ചെയ്ത് പോകുന്നത്. ഈ ബാർ ഡയഗ്രാം 3 ടൈപ്സ് ഉണ്ട്: സിമ്പിൾ ബാർ ഡയഗ്രാം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം ആൻഡ് കോമ്പോണന്റ് ബാർ ഡയഗ്രാം. ഓക്കെ, സോ വി ക്യാൻ ഡിസ്കസ് അബൌട്ട് സിമ്പിൾ ബാർ ഡയഗ്രാം. എന്താണ് സിമ്പിൾ ബാർ ഡയഗ്രാം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് 1 വേരിയബിൾ, ഒരു വേരിയബിളേ ഉള്ളൂ. Here, for each class, the item are drawing a bar based on the numerical values of each class.
Here x-axis we are taking class or item, on the y-axis we are taking frequency or numerical data of classes. അല്ലേ, നമ്മളിവിടെ ന്യൂമറിക്കൽ ഡാറ്റാസ് വൈ ആക്സിസിലും ക്ലാസ് എക്സ് ആക്സിസിലൊക്കെ എടുത്തിട്ട് നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിമ്പിൾ ബാർ ഡയഗ്രം എന്ന് പറയുന്നത്. ഒറ്റ വേരിയബിളെ ഇവിടെ വരുള്ളൂ. ഓക്കെ, സോ ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ ആൻഡ് ദിസ് ഇസ് എൻ എക്സാമ്പിൾ. ഹിയർ ഫേംസ് is there, that is 5 firm A, B, C, D and number of computers sold. We have to prepare a simple bar diagram based on this information. Okay, so here we have to draw x-axis and y-axis. x-axis ഉം y-axis ഉം ഇതുപോലെ സ്കെയിൽ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വരയ്ക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. നമ്മൾ വൃത്തിയോടുകൂടി ബാർ ഡയഗ്രാം എക്സാമിനൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സാധാരണ നമ്മളൊരു ഫിഗർ വരയ്ക്കുമ്പോൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ സ്കെയിലൊക്കെ യൂസ് ചെയ്ത് വരയ്ക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്താണ് y-axis ആണ്, ഇതെന്താണ് x-axis ആണ്. y-axisഉം x-axisഉം കൊണ്ട് ഇവിടെ 0. x-axis we are taking the class or item. ഇപ്പോൾ ഇവിടെ A, B, C, D എന്നുള്ളതാണ് x-axisൽ എടുക്കേണ്ടത്. ഇവിടെ ഫ്രീക്വൻസി നമ്മൾ y-axisൽ എടുക്കണം അല്ലേ. അപ്പോൾ ഇവിടെ ഫ്രീക്വൻസി എന്താണ്, ഫ്രീക്വൻസി ഇവിടെ തന്നിട്ടുള്ള ഫ്രീക്വൻസി എന്താണ്, എത്രയാണ് കമ്പ്യൂട്ടർ സോൾവ് ചെയ്തു എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്ക് വാല്യൂസ് എടുത്ത് പോകാം. ഓക്കെ, സോ ഹിയർ വി ക്യാൻ ടേക്ക് ദ വാല്യൂസ് ബേസ്ഡ് ഓൺ ദ ഡിഫറൻസ്, ദാറ്റ് ഈസ് 50 വെച്ചിട്ട് എടുക്കാം. അപ്പോൾ 0 നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 50 അല്ലേ, 50 ഇവിടെ എന്ത് ചെയ്യാം 100, then 150 150, then 200, then 250, then 300, 350, then 400 and 450 അല്ലേ. ഇതുവരെ വാല്യൂസ് എടുത്തു അല്ലേ. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണം, ഇതിവിടെ മാർക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് പോവുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, ഒരു ഈക്വൽ ഡിസ്റ്റൻസ് ഇട്ടിട്ട് നമ്മൾ മെഷർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് വെച്ചു അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഫേം എ നോക്കൂ, അവിടെ എത്ര കമ്പ്യൂട്ടേഴ്സാണ് വെച്ചിട്ടുള്ളത്, 220 അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 200 ഉണ്ട്, 250 ഉണ്ട് അല്ലേ. അപ്പോൾ 5 ആണ് ഡിഫറൻസ്. അപ്പോൾ നമുക്ക് ഇവിടെ വീണ്ടും 5 നമുക്ക് ചെയ്യണം, ദാറ്റ് ഈസ് അല്ലേ. ഇപ്പോൾ 200 210 ഇവിടെ വരും, 220 230 and 240 and 250 അല്ലേ. അപ്പോൾ 210 20 30 അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്ന വാല്യൂ 220 ആണ് ഫസ്റ്റ് വരുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു സ്പേസ് വിട്ടു. ഇവിടെ വരുന്ന ആദ്യത്തെ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, 210 ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. നമ്മൾ എന്ത് ചെയ്യണം, സ്കെയിൽ ഉപയോഗിച്ചിട്ട് തന്നെ 210 നമ്മൾ എന്ത് ചെയ്യണം, വരയ്ക്കുകയാണ്. ലെങ്ത് എടുത്തു അല്ലേ. ലെങ്ത് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് കൃത്യമായിട്ടത് വരയ്ക്കുകയാണ് അല്ലേ. നോക്കൂ, ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇതുവരെ അല്ലേ, ഇതുവരെ ഒരു വാല്യൂസ് ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇതുവരെ നമ്മളത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് വരയ്ക്കുക. ഓക്കെ, സോ ഫേം എൻ്റെ ആയി അല്ലേ. സോ ഫേം എൻ്റെ ബാർ ഡയഗ്രാം നമ്മൾ എന്ത് ചെയ്തു, വരച്ചു. സ്കെയിലൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, 220 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂസിൽ നമ്മൾ ഫേം എ വരച്ചു. ഇനി ഫേം ബി എത്രയാണ്, 270 അല്ലേ. 270 ആണ് ഫേം ബി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അടുത്തത് 250 ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ 50 കഴിഞ്ഞാൽ 60 70 അല്ലേ. 70 എടുക്കുന്നു, നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ മാർക്ക് പോയിന്റ് ഇവിടെ നിന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നു. ഇനി ആ പോയിന്റിൽ നമ്മളിത് വെക്കുന്നു, മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഈ സ്കെയിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, മാർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, വരയ്ക്കണം. ഓക്കെ, നമ്മളത് എന്ത് ചെയ്തു, കൃത്യമായിട്ട് വരച്ചു, മാർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇവിടെ എന്ത് ചെയ്യണം, വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഫേം ബി വരച്ചു അല്ലേ. ഇനി ഫേം സി വരയ്ക്കണം. ഫേം സിക്ക് എത്രയാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 210 അല്ലേ. ഇത് 210 അല്ലേ. അപ്രോക്സിമേറ്റ് ഇത്ര വരും. അപ്പോൾ നമ്മളിവിടെ വാല്യൂ എടുത്തു, 210 എന്നുള്ളത് ഫേം സി ആണ് അല്ലേ. ഫേം സിക്ക് 210 നമ്മൾ എന്ത് ചെയ്തു, കൊടുത്തിട്ടുണ്ട്, ഇവിടെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മളിവിടെ വരച്ചു കഴിഞ്ഞതും ഫേം സി അല്ലേ. ഇത് ഫേം സി ആണ് അല്ലേ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, ഫേം സി വരച്ചു. ഇനി ഫേം ഡി അല്ലേ. ഫേം ഡി എന്താണ്, വാല്യൂ ഓഫ് ഫേം ഡി ഈസ് 340 അല്ലേ. 340 ആണ്. 340 പറയുമ്പോൾ ഇവിടെ വരും അല്ലേ. 340 ഇവിടെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 340 എടുത്തു. ഫേം ഡിൻ്റെ 340 നമ്മൾ ഇവിടെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, 340 വെച്ചു. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു മെഷർമെൻറ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, വരച്ചു. ഓക്കെ,
So here we got the simple bar diagram. ഇങ്ങനെ നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ബാർ ഡയഗ്രാം. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കാം A, B, C, D എന്നുള്ളത് താഴത്ത് കൊടുക്കാം. ഓക്കെ, സോ ഹിയർ ഫേം A, B, C, D അല്ലേ, 4 കൃത്യമായിട്ട് ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ 4 ഫേംസ് സപ്ലൈ ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടേഴ്സിൻ്റെ എണ്ണം നമ്മൾ സിമ്പിൾ ബാർ ഡയഗ്രത്തിലൂടെ കാണിക്കുകയാണ്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഈസ് clear. The next one is multiple bar diagram. For simple bar diagram we have taken only one variable. Here multiple bar diagram means we will take more than one അല്ലേ, ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം. 2 or more വേരിയബിൾസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം ആണ്. സോ ഈച്ച് ഡ്രോ അല്ലെങ്കിൽ ഈച്ച് ബാർ റെപ്രസെൻറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേരിയബിൾ അല്ലേ. അപ്പോൾ ആ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രത്തിനകത്ത് ഓരോ ബാറുകളിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള വേരിയബിൾസിനെ ആയിരിക്കും മെഷർ ചെയ്യുക. അപ്പോൾ ടു ഡിഫറൻഷിയേറ്റ് ദ ബാർ വി ഹാവ് ടു യൂസ് ഡിഫറെൻറ്റ് ഷൈഡ് ഓർ കളേഴ്സ്. ഡിഫറെൻറ്റ് ഷൈഡുകൾ കൊടുക്കുക അല്ലെങ്കിൽ കളേഴ്സ് കൊടുക്കുക. നമ്മൾ മോസ്റ്റ് പ്രോബബ്ലി ഷൈഡ് ആയിരിക്കും കൊടുക്കുക. ഓക്കെ, സോ വി വിൽ ഡിസ്കസ് ഹൗ ടു ഡ്രോ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം ബേസ്ഡ് ഓൺ ദിസ് ഇൻഫർമേഷൻ. ഓക്കെ, സി ഇവിടെ നമ്മൾ ഈ ഇൻഫർമേഷൻസ് വെച്ചിട്ട് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കണം. അപ്പോൾ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ ഒരു ഇത് തന്നെ 3 എണ്ണം വരും അല്ലേ. 3 വേരിയബിൾസ് ഉണ്ട്, കാരണം ഇവിടെ ഇയർ കൊടുത്തിട്ടുണ്ട്, സെയിൽസ് കൊടുത്തിട്ടുണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ട്, നെറ്റ് പ്രോഫിറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെയിൽസ്, ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്. സോ നമ്മൾ വാല്യൂസ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ എത്ര സ്പേസ് വേണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, വരച്ച് നോക്കാം അല്ലേ. സോ ബാർ ഡയഗ്രാം വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, Y ആക്സിസും അതുപോലെ തന്നെ X ആക്സിസ് ഒക്കെ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യണം. ബ്യൂട്ടിഫുൾ ആയിരിക്കണം. എക്സാമിന് ചോദിക്കും ഇതൊക്കെ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഭംഗി വരണം അല്ലേ. ഭംഗി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് മെഷർമെൻറ്റിലായിരിക്കണം അതെടുത്ത് വരയ്ക്കണത്. അപ്പോൾ ഇവിടെ Y ആക്സിസ് ഇവിടെ വരുന്നുണ്ട്, ഇതിൻ്റെ X ആക്സിസ് വരുന്നുണ്ട് അല്ലേ. ഇനി നമുക്ക് എന്താണ് ഇവിടെ 0 വാല്യൂ 0 ആയി എടുക്കാം. ഇനി ഇവിടെ എന്താണ് എടുക്കേണ്ടത്, നമ്മളപ്പോൾ ഇയർ എടുക്കണം അല്ലേ. ഇയർ എടുക്കണം, ഇവിടെ ഇയർ ഉണ്ട് അല്ലേ. 2007, 2008, 2009. സോ നമുക്ക് എന്ത് ചെയ്യണം, വാല്യൂസ് എടുക്കണം. വാല്യൂസ് നമ്മൾ എങ്ങനെ എടുക്കും, 0 to 20 അല്ലേ. 0 to 20, 20 ഇവിടെ വരും 40 കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ 60. ആ ഡിഫറൻസ് എടുക്കുക അല്ലേ, ഡിഫറൻസ് എടുത്തിട്ട് പോവുക. 60 കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 80 കഴിഞ്ഞാൽ then 100, then 120, then 140, then 160 അല്ലേ. ഇത്രയും മതിയാവും അല്ലേ, വാല്യൂസ് ഇത്രയും വരും അല്ലേ. സോ ഹിയർ ഫസ്റ്റ് വി ക്യാൻ ഡ്രോ ദ ഇയർ 2007 അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം 2007 വരയ്ക്കാൻ പോകുന്നത് അല്ലേ. 2007 സെയിൽസ് എത്രയാണ്, 100 ആണ് അല്ലേ. ഇവിടെ 100 ഉണ്ട്. അപ്പോൾ 2007 100 കൊണ്ട് നമ്മൾ സ്കെയിൽ ഇങ്ങനെ കറക്റ്റായിട്ട് സ്കെയിൽ വെച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, 100 വെച്ചിട്ട് നമ്മൾ വരയ്ക്കാൻ പോകാം അല്ലേ. സോ നമ്മൾ വരച്ചു. ഓക്കെ, 100 നമ്മൾ എന്ത് ചെയ്യുന്നു, വാല്യൂസ് കൊടുത്തു. സെയിൽസ് നമുക്ക് ഏകദേശം വാല്യൂ, സെയിൽസ് നമുക്ക് 100 ആണ്. അപ്പോൾ 100 നമുക്ക് എന്ത് ചെയ്തു, വാല്യൂസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഇത് വരച്ചു അല്ലേ. ഇനി നെക്സ്റ്റ് വൺ നോക്കൂ, അതേ ഇയറിൽ ഗ്രോസ് പ്രോഫിറ്റ് എത്രയാ, 30 എന്ന് പറയുമ്പോൾ 20-ൻ്റെയും 40-ൻ്റെയും ഇടയിൽ അല്ലേ. നമുക്ക് മിഡ് പോയിന്റ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ 30 ഇത്ര വരും. നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ നമ്മൾ ഒരു മാർക്ക് ഇങ്ങനെ ചെയ്യുന്നു, നമ്മൾ അടുത്ത ഇതിലെ ഒരു പോയിന്റ് എടുക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനോടൊപ്പം ചേർന്ന് തന്നെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ നമ്മൾ 2007 തന്നെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ അതിനൊപ്പം ചേർന്ന് തന്നെ നമ്മൾ വരച്ചു, സെയിൽസ് വരച്ചു അല്ലേ. ഇനി നമ്മൾ എന്താണ് നെക്സ്റ്റ് വൺ, നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്, 10 ആണ്. 10 എന്ന് പറയുമ്പോൾ 0 to 20-ൻ്റെ മിഡ് പോയിന്റിലാണ് നമ്മൾ ഇവിടെ 10 മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 10 നമ്മൾ മിഡ് പോയിന്റിൽ, ഏകദേശം മിഡ് പോയിന്റിൽ നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ആ മിഡ് പോയിന്റിൽ നമ്മളിവിടെ മാർക്ക് ചെയ്തു, എവിടെയാണ് മിഡ് പോയിന്റ് വരിക എന്ന് മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അത് മെഷർ ചെയ്യണം. ഓക്കെ, നമ്മളത് മെഷർ ചെയ്തിട്ട് വരയ്ക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ 10 അല്ലേ, 10 നമ്മൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മെഷർ ചെയ്തിട്ട് നമ്മൾ വരച്ചു. അപ്പോൾ 2007 കറക്റ്റായി കിട്ടിക്കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് 2007 ഇവിടെ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ 3 ബാറുകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 ബാറിന് നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സോ ഷെയ്ഡോ കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ തൽക്കാലം എന്ത് ചെയ്യുന്നുണ്ട്, ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് വണ്ണിന് നമ്മൾ ഷെയ്ഡ് ഇവിടെ കൊടുത്തു. ഓക്കെ, ഫസ്റ്റ് സെയിൽസിനുള്ള ഷെയ്ഡ് ഇതാണ്. ഇനി അടുത്തത് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റിനുള്ളത് ഇതാണ്. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റിനുള്ളതും കൊടുത്തു. ഓക്കെ, അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റിനുള്ള ഷെയ്ഡും കൊടുത്തു. ഓക്കെ,
നെക്സ്റ്റ് വൺ നെറ്റ് പ്രോഫിറ്റ് അതേപോലെ തന്നെ വെച്ചു. ഓക്കെ, ഒന്നും ചെയ്തില്ല. ഇനി നെക്സ്റ്റ് വൺ 2008 ആണ്. അപ്പോൾ 2008 വാല്യൂസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ നമുക്ക് വരയ്ക്കാം. ഓക്കെ, 2008 സെയിൽസ് എത്രയാണ്? 220 എന്ന് പറയുമ്പോൾ കറക്റ്റ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ വാല്യൂസ് ഇവിടെ വെച്ച് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ സ്കെയിൽ എടുത്തു. ഇതിൽ ഞാൻ വരയ്ക്കുമ്പോൾ ഏകദേശം കറക്റ്റ് ആവണേ ഉള്ളൂ, പക്ഷെ നിങ്ങൾ വരയ്ക്കുമ്പോൾ കറക്റ്റായി വരയ്ക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? സ്കെയിൽ എടുത്തു, നമ്മൾ കറക്റ്റായിട്ട് ആദ്യത്തേത് വരച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഫസ്റ്റത്തെ ഇത് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സെയിൽസിൻ്റെ ബാർ ഡയഗ്രാം കിട്ടി അല്ലേ? ഇനി നെക്സ്റ്റ് വന്ന് നോക്കൂ, അവിടെ എന്താ വരുന്നത്? 2008 ഗ്രോസ് പ്രോഫിറ്റ് അല്ലെ? ഗ്രോസ് പ്രോഫിറ്റ് എത്രയാ? 40. ഇപ്പോൾ 40 ഇവിടെ വരുന്നുണ്ട്. 40 കറക്റ്റ് നമ്മൾ എടുക്കണം. അപ്പോൾ 40 ഇങ്ങനെ നമ്മൾ വെച്ച് നോക്കി. 40 അല്ലേ? 40. അപ്പോൾ ഇവിടെയാണ് 40 വരുന്നത് അല്ലേ? ഇവിടെയാണ് 40 വരുന്നത്. നമ്മൾ 40 അതിനോടൊപ്പം ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ വരച്ചു. ഓക്കെ, 40 നമ്മൾ കറക്റ്റായിട്ട് വരച്ചു. ഓക്കെ, നെക്സ്റ്റ് വൺ അവിടെ എന്താ വരുന്നത്? ദാറ്റ് ഈസ് 15. നെറ്റ് പ്രോഫിറ്റ് 15 ആണ്. 0-ൻ്റെയും 20-ൻ്റെയും ഇടയിലാണ് വരിക. ഇവിടെ 10 വരുന്നുണ്ട്. 10 കഴിഞ്ഞ് ഏകദേശം ഇവിടെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? 50 എടുത്തു. അതിൻ്റെ ഒരു മിഡ് പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? 50 എടുത്ത് ഇവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ വെച്ചു അല്ലേ? സ്കെയിൽ ഇവിടെ നിന്ന് നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വെച്ചു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്തു? കിട്ടി. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള അതേ ഇതെന്ത് ചെയ്യാണ്? ഷെയ്ഡ് ഇവിടെയും യൂസ് ചെയ്തു. ഓക്കെ, ഇവിടെയും നമ്മൾ എന്ത് ചെയ്തു? അതേ ഷെയ്ഡ് നമ്മൾ യൂസ് ചെയ്തിട്ട് വരച്ചു. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? അതേപോലെ തന്നെ ഒരു ഇത് കൊടുത്തു. ഓക്കെ, സോ നമുക്ക് ഏത് വർഷത്തെ കിട്ടി? 2008 അല്ലേ? ഇതാണ് 2008. ഇനി നെക്സ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് വൺ അല്ലേ? 2009 2009 എത്രയായിരുന്നു സെയിൽസ്? 130 ആണ്. 130 എന്ന് പറയുമ്പോൾ 120ക്കും 140ൻ്റെ ഇടയിലായിരിക്കും 130 മിഡ് പോയിന്റ് അല്ലേ? അപ്പോൾ ആ മിഡ് പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ സ്കെയിൽ എടുത്തു അല്ലേ? സ്കെയിൽ എടുത്തിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്തു. മിഡ് പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്തു? മാർക്ക് ചെയ്തു. ഓക്കെ, മാർക്ക് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് ഇവിടെ ഇത് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മളൊരു ബാർ ഡയഗ്രാം വരയ്ക്കുകയാണ് അല്ലേ? ഫസ്റ്റത്തെ ബാർ നമ്മൾ വരയ്ക്കുകയാണ്. ഓക്കെ, ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റത്തെ ബാർ വരച്ചു. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നോക്കൂ, അവിടെ എന്താ ഉള്ളത്? ഗ്രോസ് പ്രോഫിറ്റ് എത്രയാ? 45. അപ്പോൾ 40 കഴിഞ്ഞിട്ട് 40ൻ്റെയും 60ൻ്റെയും മിഡിലായിരിക്കും ഈ 45 വരിക. നമ്മൾ എന്ത് ചെയ്തു? 45 അല്ലേ? 45 ഇവിടെ എടുത്തു. കറക്റ്റായിട്ട് 45ൻ്റെ വാല്യൂ ഇവിടെ മാർക്ക് ചെയ്തു. അതിനോടൊപ്പം ചേർത്ത് നമ്മളൊരു ബാറ് വരയ്ക്കുകയാണ്. ഓക്കെ, സോ ഇത് നമുക്ക് എന്ത് കിട്ടി? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. നെക്സ്റ്റ് വൺ 25 അല്ലേ? നെറ്റ് പ്രോഫിറ്റ് ഈസ് 25. അപ്പോൾ 25 എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് എത്ര വരുന്നുണ്ടാകും? 20 കഴിഞ്ഞിട്ട് 20ൻ്റെയും 40ൻ്റെയും ഇടയിൽ അല്ലേ? 20 കഴിഞ്ഞ് ഇവിടെ ആയിരിക്കും 25 വരിക അല്ലേ? ഇവിടെയാണ് ഏകദേശം എന്ത് ചെയ്യുക? 25 വരുന്നത്. അതെടുത്തു, നമ്മൾ മെഷർമെൻറ്റ് ഇവിടെ കൊടുത്തു. നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനനുസരിച്ചിട്ട് അത് ബാർ ഡയഗ്രാം വരച്ചു. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഷെയ്ഡ് യൂസ് ചെയ്യണം. ഓക്കെ, ഒരെണ്ണത്തിന് ഒരു ഷെയ്ഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതേ തന്നെ ആയിരിക്കണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇത് 2009 കിട്ടി അല്ലേ? 2009. അപ്പോൾ 3 വർഷത്തെ നമ്മളുടെ സെയിൽസ് പ്രൊമോഷനും ഗ്രോസ് പ്രോഫിറ്റും നെറ്റ് പ്രോഫിറ്റും തമ്മിലുള്ളതാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു ബോക്സ് വരയ്ക്കണം അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു ബോക്സ് വരയ്ക്കണം. ഇനി ആ ബോക്സിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫോർ എക്സാമ്പിൾ ഇവിടെ ഇങ്ങനെ 3 ബോക്സ് വരച്ചില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് ഇങ്ങനെ ഷെയ്ഡ് കൊടുക്കുക. എന്നിട്ട് ഷെയ്ഡ് കൊടുത്തിട്ട് ഇവിടെ എന്ത് ചെയ്യണം? എന്താ കൊടുക്കുന്നത്? സെയിൽസ് ആണ്. ഇനി ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതേപോലെ അല്ലേ? ഇതേപോലെ സിമ്പിൾസ് കൊടുക്കുക. എന്താണത് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്? ഇതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഗ്രോസ് പ്രോഫിറ്റ് അല്ലേ? ഗ്രോസ് പ്രോഫിറ്റ്. ഇനി ഇതെന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് അല്ലേ? നെറ്റ് പ്രോഫിറ്റ്. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഒരു മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം, എന്താ പറയുക? മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കുന്നത്. ഓക്കെ, സോ എങ്ങനെയാണ് ഒരു മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കേണ്ടതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് കോമ്പോണൻറ്റ് ബാർ ഡയഗ്രാം അല്ലേ? കോമ്പോണൻറ്റ് ബാർ ഡയഗ്രാം
In this bar representing the magnitude of the given phenomenon, it is further subdivided into various components. Each component occupies the part of bar proportional to its share in total. Component bar diagram are also called subdivided bar diagram. ഇവിടെ ഒരു ബാറിൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഓരോ കോമ്പോണൻ്റ് ആയി ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് കോമ്പോണൻറ്റ് ബാർ ഡയഗ്രം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൾസോ കോൾഡ് സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രം എന്നാണ് ഇതിനെ വേറൊരു പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, സോ വി വിൽ ഡിസ്കസ് ഹൗ ടു ഡ്രോ ദ കോമ്പോണൻറ്റ് ബാർ ഡയഗ്രം. ഓക്കെ, സോ ഇയർ ആർട്സ്, കൊമേഴ്സ്, സയൻസ്, ടോട്ടൽ അല്ലേ, ആർട്സ്, കൊമേഴ്സ്, സയൻസ്, ടോട്ടൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഓരോ കോമ്പോണൻ്റ് ആയിട്ട് വരയ്ക്കണം. അപ്പോൾ അതെങ്ങനെ വരയ്ക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ വരയ്ക്കുന്ന പോലെ തന്നെ ഇവിടെ വൈ ആക്സിസും എക്സ് ആക്സിസും നമ്മൾ എടുക്കുക. ഓക്കെ, സോ എക്സ് ആക്സിസ്, സോ വൈ ആക്സിസ്, ദെൻ വി ഹാവ് ടു ഡ്രോ ദ എക്സ് ആക്സിസ് അല്ലേ. എക്സ് ആക്സിസും വൈ ആക്സിസും നമ്മൾ വരച്ചു. ഓക്കെ, ദിസ് ഈസ് എക്സ് ആക്സിസ്, ദിസ് ഈസ് എക്സ് ആക്സിസ് ആൻഡ് ദിസ് ഈസ് വൈ ആക്സിസ്. വൈ ആക്സിസിൽ നമ്മൾ എപ്പോഴും എന്താ എടുക്കുക, ദാറ്റ് ഈസ് ഇവിടെ വൈ ആക്സിസിൽ നമുക്ക് ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ എടുക്കണം, ആർട്സ്, കോമേഴ്സ് ആൻഡ് സയൻസ് അല്ലേ, ആർട്സ്, കോമേഴ്സ് ആൻഡ് സയൻസ് എന്നുള്ളത് എടുത്തു. ഇനി ഇവിടെ എന്താ എടുക്കേണ്ടത്, ദാറ്റ് ഈസ് ഇയർ. നമ്മളിവിടെ എന്തെടുക്കണം, ഇയർ എടുക്കണം അല്ലേ. ഇനി നമുക്ക് ഒരു വർഷം ഓരോ ഇത് തന്നെ നമ്മൾ ഒറ്റ ബാറിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ട് എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ നമുക്ക് വാല്യൂസ് നമുക്ക് പ്ലോട്ട് ചെയ്ത് പോകാം. അപ്പോൾ സോ വാല്യൂസ് എടുത്തു പോകാം, ദാറ്റ് ഈസ് 0 to 50, then 0 to 150. ഈ വാല്യൂസ് എടുക്കുന്നത് നമ്മളുടെ ഇഷ്ടമാണ് കേട്ടോ. ദെൻ 250, then 350, then 450, then 550, then 650, then 750, that last 850. സി ഇങ്ങനെ നമുക്ക് ഡാറ്റ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ടേബിൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ ഇവിടെ കറക്റ്റ് നമുക്ക് എന്താണ് ഓർഡറിലാണ് തന്നിരിക്കുന്നത് അല്ലേ. അതായത് സി ഇവിടെ ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് വാല്യൂസ് തന്നിരിക്കുന്നത് അല്ലേ. 100, 200, 500, 800 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് അല്ലേ. സി ആദ്യം എന്താണ്, ആർട്സ് ആണ് അല്ലേ. ആർട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് 100 ആണ് വാല്യൂ വരുന്നത്. ഇപ്പോൾ ഇവിടെ 50യും 150ൻ്റെയും മിഡ് പോയിന്റിലായിരിക്കും 100 വരിക അല്ലേ. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 100 വെച്ചിട്ട് നമ്മൾ എടുത്തു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് 100 മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മളൊരു ഇത് ആദ്യം വരച്ചു. ഓക്കെ, 100 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആദ്യം വരച്ചു. ഓക്കെ, ക്ലിയർ ആയില്ലേ. ഇനി നെക്സ്റ്റ് വൺ, ഇപ്പോൾ ഇത് 100 ആണ് കേട്ടോ. ഇനി 100 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്തത് എടുക്കേണ്ടത് എത്ര വാല്യൂ നോക്കൂ, ഇനി 200. അപ്പോൾ 100 പ്ലസ് 200, ഇതിനോടൊപ്പം 200 മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 100-നൊപ്പം 200 വയ്ക്കുമ്പോൾ മൊത്തം എത്ര വരും, 300 വരും അല്ലേ. അപ്പോൾ 300 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 250ൻ്റെയും 350ൻ്റെയും മിഡ് പോയിന്റിലായിരിക്കും, ഇവിടെ ആയിരിക്കും അത് വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നേരെ ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുന്നു. ഓക്കെ, ഇനി ഇവിടെ വരച്ച് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓൾറെഡി ഇവിടെയുള്ളത് എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. ഓക്കെ, ഇവിടെയുള്ളത് നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റത്തെ ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ നോക്കൂ, ഇവിടെ ഇപ്പോൾ 100 വന്നു, ഇവിടെ 200 വന്നു. ഇനി ലാസ്റ്റ് വൺ 500 ആണ് അല്ലേ. അപ്പോൾ 300 ഇവിടെയാണ്. 300-നോട് 500 കൂടുമ്പോൾ എത്ര വരും, 800. അപ്പോൾ ഇവിടെ വരും അല്ലേ, ഇവിടെയാണ് അതിൻ്റെ വാല്യൂസ് വരിക. അപ്പോൾ ഏകദേശം ഇവിടെ വരുന്നുണ്ട്. നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യുക, സ്കെയിൽ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതും കൂടി ജോയിൻ ചെയ്യുക അല്ലേ. 800 ജോയിൻ ചെയ്യുക. 800 നമ്മൾ എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യണം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ക്ലോസ് ചെയ്യുക. ഇവിടെയും ക്ലോസ് ചെയ്യുക, ഇവിടെയും ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഷെയ്ഡ് കൊടുക്കണം അല്ലേ. അപ്പോൾ ആർട്സിന് നമുക്ക് എന്ത് ചെയ്യാം, ആർട്സിന് ഷെയ്ഡ് കൊടുക്കാം. ഇങ്ങനത്തെ ഒരു ഷെയ്ഡ് തന്നെ ആർട്സിന് കൊടുത്തു. ഓക്കെ, ആർട്സിന് കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, കോമേഴ്സിന് നമ്മളൊരു ഷെയ്ഡ് കൊടുത്തു അല്ലേ. കോമേഴ്സിനൊരു ഷെയ്ഡ് കൊടുത്തു. ഓക്കെ, സയൻസ് നമ്മൾ തൽക്കാലം ഷെയ്ഡൊന്നും കൊടുക്കണില്ല, ഇങ്ങനത്തെ ലീവ് ചെയ്യണം. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 2008 ആണ് അല്ലേ. ഇപ്പോൾ 2008 നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ വരയ്ക്കണം. 2008 ഫസ്റ്റ് വൺ എത്രയാണ്, 90 ആണ് അല്ലേ. 90 എന്ന് പറയുമ്പോൾ ഇവിടെ വരും, ഏകദേശം ഇവിടെ വരും. 100ൻ്റെ ഇതിൻ്റെ ഇടയിൽ ഇവിടെ ആയിരിക്കും 90 വരിക. അപ്പം നമ്മൾ എന്ത് ചെയ്തു, 90യുടെ വാല്യൂ ഇവിടെ മാർക്ക് ചെയ്യും അല്ലേ. മാർക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 90 വരയ്ക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് വൺ വി ആർ ഡ്രോയിങ് 90. ഓക്കെ, 90 നമ്മൾ വരച്ചു.
ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു 90 വരച്ചു കഴിഞ്ഞു ഇല്ലേ. ഇനി നെക്സ്റ്റ് വൺ നോക്കൂ, അടുത്ത എത്രയാ 250. അപ്പോൾ 90 + 250 എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 340 ഇല്ലേ, 340 വരും. 340 പറയുമ്പോൾ ഇവിടെ 350 ആണ്. 350 കഴിഞ്ഞ് കുറച്ച് അല്ലേ, ഇവിടെ ആയിരിക്കും ഏകദേശം എന്ത് വരിക 340 വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു 340 ആദ്യം നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, 340 മാർക്ക് ചെയ്തു. ഇനി 340 മാർക്ക് ചെയ്തിട്ടുള്ള അതേ പ്ലേസസിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, അത് നീട്ടി വരയ്ക്കുകയാണ്. ഓക്കെ, ഓക്കെ. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. ഈ പോയിന്റ് നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് 340 + 170 ഇല്ലേ, 170 കൂടി ആഡ് ചെയ്യുമ്പോൾ ലാസ്റ്റ് വൺ 510 വരും അല്ലേ, 510. അപ്പോൾ ഇവിടെ 550 ഉണ്ട്. അപ്പോൾ ഇവിടെ 450ൻ്റെയും 550ൻ്റെയും ഇടയിലായിരിക്കും ഇത് വരുന്നുണ്ടാകുക 510 വരും. അപ്പോൾ 500 ഇവിടെ ആണെങ്കിൽ 510 ഇവിടെ ആയിരിക്കും അല്ലേ. 510 ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ നമ്മളിവിടെ നോക്കിയിട്ടുണ്ട്. 510 ഇവിടെ മാർക്ക് ചെയ്തു, 510 മാർക്ക് ചെയ്തു. ഇത് നമ്മൾ എന്ത് ചെയ്യുക, അത് കുറച്ചുകൂടി നീട്ടി വരയ്ക്കുക. ഓക്കെ, 510 നമ്മൾ വരച്ചു. സോ ഇതെന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇത് ക്ലോസ് ചെയ്ത് കഴിയും. ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആർട്സ് അല്ലേ, ആർട്സിനാണ് നമ്മൾ അതിൻ്റെ സിമ്പിൾ ഏതാണോ അതിൻ്റെ സിമ്പിൾ അത് നമ്മൾ കൊടുത്തു. ഓക്കെ, ആർട്സിൻ്റെ സിമ്പിളാണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ കോമേഴ്സ് ആണ് അല്ലേ. കോമേഴ്സ് ഇത്രയുണ്ട്. അപ്പോൾ നമ്മൾ കോമേഴ്സിൻ്റെ കൊടുത്തു. കോമേഴ്സ്, സയൻസ് ലീവ് അല്ലേ. അപ്പോൾ നമ്മൾ നോക്കൂ, ഇതുവരെ 90 വരെ വരികയാണെന്നുണ്ടെങ്കിൽ എത്ര വരുന്നുണ്ട്, ദാറ്റ് ഈസ്, അപ്പോൾ ഇത്രയും കുട്ടികൾ എന്താണ്, ആർട്സ് ആണ്. ഇനി ഇവിടെ നിന്ന് ഇത്രയും കുട്ടികൾ ഏതിൽ വരുന്നുണ്ട്, ദാറ്റ് ഈസ് കോമേഴ്സ് ആണ്. ഇനി ഇവിടെ നിന്ന് ഇത്രയും കുട്ടികൾ വരുന്നത് എന്തിലാണ്, സയൻസിലാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, ഇപ്പോൾ ഇത് ഏത് വർഷത്തെയാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 2008 അല്ലേ, ഇവിടെ 2008. ഇനി നെക്സ്റ്റ് വൺ ഏതാണ്, 2009 എത്രയാണെന്നുള്ളതാണ് അല്ലേ. സി, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, 2009 എത്ര വരുന്നത്, ഫസ്റ്റ് വൺ 240 ആണ് അല്ലേ. 240 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ വരും 240 അല്ലേ, 240 ഇവിടെ വരും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, 240ൻ്റെത് വരയ്ക്കുകയാണ്. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ 240 ആയി. 240യുടെ നമ്മൾ എന്ത് ചെയ്തു, അത് നമ്മൾ വരച്ചു. ഓക്കെ, 240യുടെ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി ഇതിൽ എന്ത് ചെയ്യണം, 240യുടെ ഒപ്പം തന്നെ 120 ആഡ് ചെയ്യുക. സോ 240 + 120 പറയുമ്പോൾ 360 അല്ലേ. 350 ഇവിടെ ഉണ്ട്. അപ്പോൾ 360 എന്ന് പറയുമ്പോൾ ഇവിടെ ആയിട്ട് വരും അല്ലേ, 360 അല്ലേ. 360 നമ്മൾ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം. 360 ഇവിടെ വരും. ഓക്കെ, നമ്മളത് മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യണം അല്ലേ. എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്, നമ്മളിവിടെ എക്സ്റ്റെൻഡ് ചെയ്തു. ദെൻ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റത്തത് ക്ലോസ് ചെയ്യണം അല്ലേ. ഫസ്റ്റത്തത് ക്ലോസ് ചെയ്തു അല്ലേ. ഇനി നമുക്കിപ്പോൾ ഇവിടെ 340 ആണ് അല്ലേ. 340 + 150 ചെയ്യുമ്പോൾ എത്ര വരും, ദാറ്റ് ഈസ് 510 വരും അല്ലേ. 510 ഇവിടെ ആയിരിക്കും വരിക അല്ലേ. അപ്പോൾ നമ്മൾ വാല്യൂസ് എടുത്ത് 510 ഇവിടെ ആയിരിക്കും വരിക എന്നുള്ളത് അവിടെ മാർക്ക് ചെയ്ത് വെച്ചു. എന്നാൽ നമ്മൾ എന്ത് ചെയ്യണത്, എക്സ്റ്റെൻഡ് മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാണ്. ഓക്കെ, മുകളിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, സി, അപ്പം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ക്ലോസ് ചെയ്യണം. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് കറക്റ്റ് കൊടുക്കേണ്ട ഷൈഡ് നമ്മൾ കൊടുക്കുകയാണ് അല്ലേ. ആർട്സിന് കൊടുക്കേണ്ടതാണിത്. നമ്മൾ എന്ത് ചെയ്തു, ആർട്സിന് കൊടുക്കുകയാണ്. സോ ഇവിടെ ആർട്സിൻ്റെ സൈൻ കൊടുത്തു. ഇനി അടുത്തത് കോമേഴ്സിൻ്റെ അത് കൊടുത്തു. കോമേഴ്സിൻ്റെ നമ്മൾ എന്ത് ചെയ്തു, കൊടുത്തു അല്ലേ. സയൻസ് ചെയ്തു അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ ആദ്യം ചെയ്തതുപോലെ തന്നെ 3 ബോക്സ് നമ്മളിവിടെ വരയ്ക്കണം. എന്തിനാണ് ആ 3 ബോക്സ് വരയ്ക്കുന്നത്, ഇനി അതിൽ ഫസ്റ്റ് വൺ അല്ലേ, ഫസ്റ്റ് വൺ ഇങ്ങനെ നമ്മൾ ഇൻറ്റു മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണം, അതെന്താ കാണിക്കുന്നത്, ആർട്സ് അല്ലേ. അതെന്താ കാണിക്കുന്നത്, ആർട്സ് അല്ലേ. സെക്കൻഡ് വൺ ഷെയ്ഡ് അല്ലേ. ഷെയ്ഡ് വരുന്നത് എന്തിനാണ്, കോമേഴ്സ് അല്ലേ. കോമേഴ്സ് ഇവിടെ ഒന്നുമില്ല. സോ ദാറ്റ് ഈസ് സയൻസ് അല്ലേ. അതിന് സയൻസ് എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഷെയ്ഡ് കൊടുക്കുകയാണെങ്കിൽ കൊടുക്കുക കേട്ടോ. സോ ഇങ്ങനെ നമ്മളൊരു വാല്യൂ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ആഡ് ചെയ്ത് അതിൻ്റെ ടോട്ടൽ എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോമ്പോണൻറ്റ്. ഇതിന് എന്താ പറയുക, കോമ്പോണൻറ്റ്
ബാർ ഡയഗ്രാം. ഇതിന് നമ്മൾ എന്ത് പറയുന്നുണ്ട്? കോമ്പോണൻറ്റ് ബാർ ഡയഗ്രാം എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ എങ്ങനെയാണ് വരച്ചത്? ആദ്യത്തെ വാല്യൂ നമ്മൾ വരച്ചു, പിന്നെ അതിനോടൊപ്പം അടുത്ത വാല്യൂ കൂട്ടി അതിൻ്റെ കൂട്ടി കിട്ടിയിട്ടുള്ള ആ ആൻസറിൽ കൊണ്ട് വെച്ചു, എന്നിട്ട് വരച്ചു, പിന്നെ വീണ്ടും ആഡ് ചെയ്തു, എന്നിട്ട് ലാസ്റ്റ് ടോട്ടൽ വരച്ചു. ഇങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? കോമ്പോണൻറ്റ് ബാർ ഡയഗ്രാം എന്ന് പറയും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ടുഡേ വി ഡിസ്കസ്ഡ് അബൌട്ട് ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനിലെ ജോമെട്രിക് മെത്തേഡിലെ ബാർ ഡയഗ്രത്തിലെ സിമ്പിൾ, മൾട്ടിപ്പിൾ ആൻഡ് കോമ്പോണൻറ്റ് ബാർ ഡയഗ്രാം ആണെന്ന് ഡിസ്കസ് ചെയ്തത്. സോ ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. So this is the homework for you. Draw a bar diagram for the following data. Next one, draw a bar diagram for the following data. Bar diagram means appropriate bar diagram. ഇവിടെ എക്സ്പോർട്ടും ഇമ്പോർട്ടും തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് വേരിയബിൾ ആണെങ്കിൽ ഏത് ബാർ ഡയഗ്രാം യൂസ് ചെയ്യും? Prepare a suitable diagram for the following. ഇവിടെ കോളേജ് എ, കോളേജ് ബി, കോളേജ് സി, ടോട്ടൽ. അപ്പോൾ ഇവിടെ ഏത് ബാർ ഡയഗ്രാം ആണ് യൂസ് ചെയ്യേണ്ടത്? അത് യൂസ് ചെയ്തിട്ട് വരയ്ക്കുക. So these are the homework for you people. So that's all for today. If you have any doubt related to this, you can contact me. Thank you. Have a nice day.